ഷിബു ചക്രവർത്തിയാണ് നമ്മോടൊപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗാനരചനയിലെ പൊതുവായ ചില പ്രവണതകളെക്കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. താങ്കളുടെ ഗാനങ്ങളിൽ കൂടുതലും പൂക്കൾ വരുന്നു, കാറ്റ് നിറയുന്നു, പ്രത്യേകിച്ചും ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിലെ പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ എന്നുള്ള ആ വരി മാത്രം വെറുതെ ഒട്ടും ഈണമില്ലാതെ റഫായിട്ട് പരുക്കനായിട്ട് പറഞ്ഞാൽ പോലും പൂക്കൈത പൂത്തതിൻ്റെ സുഗന്ധം വരുന്നു, പ്രണയത്തിൻ്റെ ഒരു ലാവണ്യം നിറയുന്നു, പ്രണയിക്കാൻ തോന്നുന്നു, ജീവിതത്തിൻ്റെ അസ്തിത്വ പ്രശ്നങ്ങളോ വിലക്കയറ്റമോ എല്ലാം നമ്മൾ മറക്കുകയും ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രണയത്തിലേക്ക്, കാൽപ്പനികതയിലേക്ക് പോകാൻ നമ്മളെ കഴിയുന്ന ഒരു മാന്ത്രികത ആ വരികളിൽ വരുന്നു. അതേസമയം പല അഭിമുഖങ്ങളിലും താങ്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു അപ്ലൈഡ് ഗാനരചയിതാവാണ്, അല്ലാതെ സങ്കല്പ ലോകത്ത് വിഹരിച്ച് ഒരു കവിതാമയമായി പൂർണ്ണമായിട്ടും അങ്ങനെ നിറയുന്ന ഒന്നല്ല എന്ന്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? വിനീഷിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് ഡയമെൻഷൻ ഉണ്ട് ആ ചോദ്യത്തിന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30-40 വർഷം മുൻപ് 40 വർഷത്തെ ഒരു ചരിത്രം എന്നെടുത്തോളൂ. അത് തുടങ്ങി അടുത്തൊരു 10 വർഷം എഴുതിയേക്കുന്ന പാട്ടുകളാണ് ഇന്ന് നമ്മള് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ഒരു അവസ്ഥയില് 10-40 വർഷത്തിന് ശേഷം ഇത് ആരെങ്കിലും അനലൈസ് ചെയ്യും എന്ന് ഓർത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഞാൻ എഴുതിയത്. അതൊരു കാര്യം. അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇന്നത്തെ സീരിയസ് ആയി എഴുതിയാൽ ഇത്രത്തോളം അത് പ്രശസ്തമാകുമായിരുന്നില്ല. സീരിയസ് ആവാത്തതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത്. അല്ല, അതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് കൂടിയുണ്ട്. ഞങ്ങൾക്കെല്ലാം കിട്ടിയിരുന്ന അങ്ങേറ്റം കൊമേഴ്ഷ്യൽ ഒരിക്കലും ഒരു ആർട്ടിന്റെയോ അങ്ങനെയുള്ള ഒരു പരിവേഷമുള്ള സിനിമകളായിരുന്നില്ല അന്ന് ഞങ്ങളൊന്നും ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് 2 ഡിവിഷൻ കാര്യമായിട്ട് മലയാള സിനിമയിലുള്ള കാലം കൂടെ ആയിരുന്നു അതുകൊണ്ടിട്ട് പലപ്പോഴും ഗാനങ്ങൾക്കോ ഗാനരചനയ്ക്കോ കിട്ടിയിരുന്ന ഒരു സ്പേസും സ്വാതന്ത്ര്യത്തിനും സമയത്തിനും ഒക്കെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒട്ടും സമയമില്ലാതെ എഴുതുന്ന, കയ്യിൽ കിട്ടുന്ന എന്ത് ട്യൂണിനും എഴുതുക, ആ എഴുതുന്നതില് ഒന്ന് ആലോചിക്കാൻ പോലും സമയം ഉണ്ടാവാതിരിക്കുക എന്നൊക്കെ പറയുമ്പോഴ് അതുകൊണ്ടിട്ടായിരിക്കാം അത് അത്രമാത്രം സ്വാഭാവികമായിട്ട് ഇന്ന് ഫീൽ ചെയ്യുന്നത്. കാരണം അത്ര സ്വാഭാവികമല്ലാതെ, കാരണം അത്ര സ്പീഡിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. ഇപ്പൊ ചെമ്പരത്തിപ്പൂ എഴുതിയത് ട്രെയിനിന്റെ അകത്തിരുന്നിട്ടാ, പിറ്റേ ദിവസം രാവിലെ റെക്കോർഡിംഗ് ആണ്. അതുപോലെ പല പാട്ടുകളും, ചിത്രത്തിലെ പാട്ടില് പല പാട്ടുകളും എഴുതിയത് തിയേറ്ററിന്റെ വരാന്തയിൽ ഇരുന്നിട്ടാ, മുത്തശ്ശി കഥയിലെ പാട്ടുകൾ എഴുതിയത് തിയേറ്ററിന്റെ അകത്തിരുന്നിട്ടാ. അപ്പൊ ഇങ്ങനെ പല പാട്ടുകൾക്കും ഒന്ന് ആലോചിക്കാൻ പോലും സമയമില്ലാതെ എഴുതുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ആദ്യം മനസ്സിൽ വരുന്ന വാക്കുകൾ എന്താണ്? അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രാമീണ പശ്ചാത്തലമൊന്നും മനസ്സിലില്ലെങ്കിൽ പോലും എനിക്ക് കൃഷിയോടും ഒക്കെ എന്തോ ഒരു താല്പര്യം വായനയിലൂടെയൊക്കെ അറ്റൈൻ ചെയ്തതായിരിക്കാം. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ എഴുതിയ ഓണപ്പാട്ടുകളുടെ സ്വാധീനമായിരിക്കാം. ഒരുപക്ഷെ ആ തരത്തിലുള്ള ഒരുപാട് ഒക്കാബുലറിയും അത്തരത്തിലുള്ള ഒരുപാട് നാടൻ പാട്ടുകളോടുള്ള ഒരു അഭിനിവേശവും മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ആയിരിക്കാം ഈ പൂക്കൈതയെയും മാണിക്യച്ചെമ്പഴുക്കയെയും എല്ലാം എൻ്റെ ഈ എന്താ പറയണ ഒക്കാബുലറിയുടെ ഭാഷ ശേഖരത്തിലേക്ക് എടുത്തു വെക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്റെ മനസ്സില് ശേഖരത്തെ കുറിച്ച് പറയുമ്പോൾ, ഭാഷാ ശേഖരത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ പുസ്തകം വായിച്ച ഒരു വായനക്കാരൻ എഴുതിയിട്ട കുറിപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. താങ്കളുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ആയിട്ട് ഞാൻ വായിച്ചത്, വാക്കുകൾ മലയാള ഭാഷയുടെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള, എന്നാൽ നാം പലപ്പോഴും മറന്നുപോയിട്ടുള്ളതോ വംശനാശം വന്നു എന്ന് കരുതപ്പെടുന്നതോ ആയിട്ടുള്ള വാക്കുകളുടെ ഭരണി, അത് കണ്ണിമാങ്ങ ഭരണിയിലിട്ട് സൂക്ഷിക്കുന്നത് പോലെ വാക്കുകൾ താങ്കൾ ഉള്ളിലിട്ട് സൂക്ഷിക്കുകയും അത് ആവശ്യത്തിന് സ്വയമേവ അത് വന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വരാന്തയിൽ ഇരുന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പുറത്ത് മൂത്രപ്പുരയായിരിക്കാം, അവിടെ ഇരുന്നിട്ടായിരിക്കും താങ്കൾ ഈ പറയുന്ന സുഗന്ധത്തെക്കുറിച്ച് എഴുതുന്നത്. അല്ലെങ്കിൽ ഈ പവിഴമല്ലിപ്പൂ ഇറങ്ങി പകല് പോകയായി. അപ്പോൾ ഈ പകല് പോകയായി എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള വാക്ക്